അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തിട്ടുള്ള വർക്ക് ഒരു എർട്ടിക വർക്കാണ്. എർട്ടികയിലാണ് നമ്മൾ ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവരാണ് എർട്ടിക വണ്ടി കൊണ്ട് വന്നിട്ടുള്ളത്. ഇവരുടെ ഇവർ വന്നിട്ടുള്ളത് കൊട്ടാരക്കര എന്നാണ്. കൊട്ടാരക്കര എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. ഇവര് രണ്ടുപേരും കൂടി കാലത്ത് വന്നു. ഇപ്പൊ നമുക്കൊരു 3 മണിയായിട്ടുണ്ട്. ഇതിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. നമ്മൾ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റിയറിംഗ് കവർ, 70 മാറ്റ്, അതേപോലെ തന്നെ ക്രോം ഐറ്റംസ്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വരാനുള്ള കാരണം എന്താണ്? യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ്, യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. വർക്കൊക്കെ എങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അവിടത്തേക്കാളും നല്ല വർക്ക് എനിക്ക് തോന്നി. ഇങ്ങനെ വന്നതാണ്. 210 കിലോമീറ്റർ അകലെന്നാണ് അവർ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വർക്കും അവർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പൊ ഓക്കെ താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് വീണ്ടും ചെയ്യാൻ പോകുന്നത് ഒരു എർട്ടിക വണ്ടി തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് സീറ്റ് കവറാണ്. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു 70 മാറ്റും നമ്മുടെ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഇത് കൊട്ടാരക്കരയിൽ നിന്ന് വന്നിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. കൊട്ടാരക്കരയാണ് അവിടെ ഇതിൻ്റെ കസ്റ്റമറുടെ വീട്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ സീറ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മുടെ സീറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് നമ്മൾ അഴിച്ച്, ബാക്കിൽ സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റും നമ്മുടെ ഇന്ന് അഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അടിയിലേക്ക് നല്ലൊരു 70 മാറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ബീജ് കളറിലുള്ളൊരു പ്രീമിയം ക്വാളിറ്റി 70 മാറ്റാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ വർക്കൊന്ന് കാണാം. അപ്പോൾ ഫുൾ ബീജ് കളറിലുള്ളൊരു സീറ്റ് കവറാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, ഒരു വണ്ടിയും കൂടി ഇതേപോലെ തന്നെ ഒരു എർട്ടിക, വൈറ്റ് എർട്ടികയും കൂടി നമ്മളിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വണ്ടി നമുക്കൊന്ന് കാണാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ വണ്ടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീറ്റൊക്കെ ഊരി വെച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ അതിൽ ഇൻബിൽറ്റ് ഒരു സ്റ്റീരിയോ വരുന്നുണ്ട്. അതേപോലെ സ്റ്റിയറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത വണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അടുത്ത വണ്ടി വരുന്നത്. ഇത് വൈറ്റ് വണ്ടിയാണ്. ഇത് നടവരുമ്പോൾ ഇരിഞ്ഞാലവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള വണ്ടിയാണ്. നേരത്തെ കാണിച്ച വണ്ടി നമുക്ക് വന്നിട്ടുള്ളത് കൊട്ടാരക്കരയിൽ നിന്നാണ്. ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ചെയ്തു അതിലൊരു വർക്ക് ചെയ്തത് 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം. അത് ഫ്രണ്ട് ബാക്ക് DVR ഷാർപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വർഷം അതിന് വാറണ്ടി ഉണ്ട്. അത് DVR അടക്കമാണ്. ഫ്രണ്ട് ബാക്ക് റെക്കോർഡിങ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇപ്പം മുകൾ ഭാഗത്ത് കാണുന്ന ഭാഗം ഫ്രണ്ടാണ്, അടിഭാഗത്ത് ഇപ്പം ഫ്രണ്ട് മാത്രം. ഇത് ഫ്രണ്ടും ബാക്കും, ഇത് ബാക്ക് മാത്രം. അപ്പോൾ നമുക്ക് രണ്ടും ഒന്നിച്ച് കാണും ചെയ്യാം. അതിലേക്ക് റെക്കോർഡ് ആവും ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് വണ്ടിയിലേക്ക് ഇപ്പോൾ ഒരു റെക്കോർഡിംഗ് ഉള്ളൊരു സിസ്റ്റം ശരിക്കും ആവശ്യമാണ്. അതേപോലെ എൻ്റെ വേറെ പ്രത്യേകത, നമ്മളിപ്പോൾ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ആയാലും, അതേപോലെ തന്നെ നമ്മൾ വേറെ ഏത് സെറ്റ് ഫിറ്റ് ചെയ്യാലും, അതല്ലെങ്കിൽ എന്ത് ഇലക്ട്രിക് വർക്ക് ചെയ്താലും നമുക്ക് വയർ കട്ടിങ് നമുക്ക് വരുന്നില്ല. എല്ലാം വളരെ പക്കയായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റിയറിംഗിലേക്കുള്ള കൺട്രോളൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന മാറ്റ് ബ്ലാക്ക് 70 മാറ്റാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ വണ്ടിയിൽ നമ്മൾ ചെയ്യുന്നത് ബീജ് കളർ 70 മാറ്റാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള 70 മാറ്റാണ്. അതേപോലെ തന്നെ റൂഫ് റെയിൽ, ക്യാച്ച് കവർ, ഡോർസിൽ പ്ലേറ്റ്, അങ്ങനെ കുറച്ച് വർക്കുകൾ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഉണ്ട്. അതേ റെയിൻ ഗാർഡ് നമ്മൾ ഒട്ടിക്കുകയാണ്. റെയിൻ ഗാർഡ്, റൂഫ് റെയിൽ ഇല്ല കേട്ടോ. റൂഫ് റെയിലിന് തെറ്റി പറഞ്ഞിട്ടുണ്ട്. സ്പോയിലർ ചെയ്യുന്നുണ്ട്. സ്പോയിലർ പക്ഷേ നമുക്ക് ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കിത് 26-ാം തീയതിയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ജനുവരി 26-ാം തീയതി മുടക്കായ കാരണം നമുക്ക് അന്ന് കൊറിയർ ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ റെയിൻ ഗാർഡ് അടുത്ത ദിവസം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം, അതേ സീറ്റ് ഫുൾ ബീജ് സീറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല പ്രീമിയം ലുക്ക് വരുന്നൊരു സീറ്റാണ്. സീറ്റ് കളറാണ് ഈ ബീജ് കളറ്. അപ്പോൾ വണ്ടിയുടെ ഉള്ളിലത്തെ ബാക്കിലെ സീറ്റ് നമ്മൾ ഊരാതെ തന്നെ നമുക്ക് അതിന്മേൽ കവർ ഇടാൻ പറ്റും. അതവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 70 മാറ്റ് അതിൽ ചെയ്യുന്നുണ്ട്. ബാക്കിലെ സീറ്റിൻ്റെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് 1-2 ചെറിയ ക്രോമുകൾ നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ ക്രോമും കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പോൾ ആ വണ്ടി നമ്മളിത് എങ്ങോട്ട് എടുത്തിട്ടു. ഈ വണ്ടിയിൽ ഇപ്പോൾ നമ്മളിത് സൈഡ് ബീഡിങ് ഒട്ടിച്ചിട്ടുണ്ട്. എർട്ടിക എന്ന് എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ബീഡിങ്. ഇത് ശരിക്കും നല്ല ഷോ വരുന്നൊരു ഐറ്റം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഇതേ 70 മാറ്റ് നമ്മളിലിട്ടുണ്ട്.
70 മാറ്റ്. ഇപ്പോൾ ഷാർപ്പിൻ്റെ സെറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണത്. ഇതേ 70 മാറ്റ് നമ്മളിലേക്ക് ആഡ് ചെയ്തു. ബ്ലാക്ക് 70 മാറ്റ്, അതും ഓട്ടോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ. അതേപോലെ തന്നെ ഡോർസിൽ പ്ലേറ്റ്, നമ്മൾ ചവിട്ടി കയറുമ്പോൾ അവിടെ സ്ക്രാച്ചസ് വീടിനോടത്ത് ഒട്ടിക്കുന്ന ഒരു പ്ലേറ്റാണ്. അത് വളരെ ആവശ്യമുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇതാ റെയിൻ ഗാർഡ്, ഞാൻ പറഞ്ഞിരുന്നു റെയിൻ ഗാർഡ് നമ്മൾ ഒട്ടിച്ചു. നമുക്കിതിൽ റൂഫ് സ്പോയിലർ ഉണ്ട്, പക്ഷേ സ്പോയിലർ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് കൊറിയർ ഇന്ന് എത്തിയില്ല. സൈഡ് ബീഡിങ്, അതേപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ക്യാമറ, ഇത്ര ഐറ്റം നമ്മളിതിൽ ചെയ്തിട്ടുള്ളൂ. എർട്ടിഗ എന്ന് എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡോർസിൽ പ്ലേറ്റും അതേപോലെ ഓട്ടോടെക്കിൻ്റെ 70 മാറ്റും. ഇനി നമുക്ക് സ്റ്റിയറിംഗ് കവർ ഇതിൽ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. സ്റ്റിയറിംഗ് കവറിൻ്റെ വർക്ക് കൂടി നമുക്കിത് ചെയ്യാനുണ്ട്. അത്രയും വർക്ക് ഈ വണ്ടിയിലുള്ളൂ. പക്ഷേ മറ്റേ വണ്ടിയിലാണ് കുറച്ചുകൂടി കൂടുതൽ വർക്കുള്ളത്. കൊട്ടാരക്കരയിൽ നിന്ന് വന്നിട്ടുള്ളൊരു വണ്ടിയാണ് ഇത്. റിവേഴ്സ് നമ്മളിടുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഗൈഡിങ് ലൈനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരും. അത് റിവേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ ഓൺ ആവുകയും ചെയ്യും. നമുക്ക് അതിൽ ഡിസ്പ്ലേയിൽ അത് വരും ചെയ്യും. ഇതിപ്പോൾ ഫ്രണ്ട് ബാക്ക് DVR മാത്രമാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബാക്കിൽ ഗൈഡിങ് ലൈൻ ഉണ്ടാവില്ല. റിവേഴ്സ് ഇടുമ്പോൾ മാത്രമാണ് ആ ക്യാമറ ഓൺ ആകുമ്പോഴാണ് ഗൈഡിങ് ലൈൻ വരുന്നത്, റിവേഴ്സിലത്തെ ഫങ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ബാക്കി വർക്കുകൾ നമ്മൾ ഇതിലത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നല്ലൊരു 70 മാറ്റ് നമ്മൾ വിരിച്ചിട്ടുണ്ട്. അതേപോലെ 9 ഇഞ്ചിൻ്റെ ഷാർപ്പിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളിയായിട്ടുള്ളൊരു 70 മാറ്റ് തന്നെ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഡോർസിൽ പ്ലേറ്റും സൈഡ് ബീഡിങ്ങും, ഇത്രയും വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റേ വണ്ടിയിലത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. അതിൻ്റെ സീറ്റ് വർക്കാണ് അതിൽ മെയിനായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ സീറ്റ് വർക്ക് ഏതാണ്ട് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ അതിലേക്ക് നല്ലൊരു 70 മാറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ബീജ് കളർ 70 മാറ്റ്. ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് 70 മാറ്റ് ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഈ വണ്ടിയിലേക്ക് നമ്മൾ ബീജ് കളറാണ് 70 മാറ്റ് ഇടുന്നത്. അതിൻ്റെ ഡിക്കിലേക്കും കൂടി നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 70 ഇതിപ്പോൾ വണ്ടിയിലുണ്ടായിരുന്ന സ്റ്റീരിയോ ആണ് കേട്ടോ. നമ്മൾ ഷാർപ്പിൻ്റെ സെറ്റ് വെച്ച വണ്ടിയിലുണ്ടായിരുന്ന സ്റ്റീരിയോ. ഈ സ്റ്റീരിയോ മാറ്റിയിട്ടാണ് നമ്മൾ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിക്കിലേക്കും കൂടി ഈ 70 മാറ്റ് ചില കമ്പനിയുടെ നമുക്ക് ഡിക്കിലേക്ക് ഉണ്ടാവാറില്ല. ഈ ഓട്ടോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ നമുക്ക് ഡിക്കിലേക്കും കൂടി മാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡിക്കിലേക്കും കൂടി നമുക്ക് 70 മാറ്റിൻ്റെ പീസ് നമുക്ക് വന്നിട്ടുണ്ട്. അതും ഈ പറഞ്ഞ വെൽക്രോ വെച്ചിട്ടുള്ളൊരു പീസ് തന്നെയാണ്. നല്ല ഷോ വരുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു മാറ്റാണ് ഈ 70 മാറ്റ്. കണ്ടോ, അത് നമുക്ക് എടുക്കുകയും ചെയ്യാം. അത് വെൽക്രോ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ വെൽക്രോ ഉണ്ട്. അപ്പോൾ ബാക്കിൽ അടിയിൽ ആ എന്താ പറയുക ക്ലോത്തിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് പിടിച്ച് നിൽക്കും. അത് ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതിലെ 70 മാറ്റ് ഇടണം. ഈ വണ്ടിയിൽ നമുക്ക് 70 മാറ്റ് ഇടാനുള്ളത് ബീജ് കളറിലുള്ള 70 മാറ്റാണ്. ഇതിലത്തെ സീറ്റൊക്കെ നമ്മളിത് കയറ്റി തുടങ്ങുകയാണ്. ഉണ്ട് അത് അതിലത്തെ സീറ്റൊക്കെ നമ്മൾ ഇട്ടു. ഇനി നമുക്ക് അതിൽ ഇടാനുള്ളത് 70 മാറ്റാണ്. ബാക്കി വർക്കുകളിലൊക്കെ കഴിഞ്ഞ് ഇതിൽ നമുക്ക് സ്റ്റിയറിംഗ് കവർ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ മറ്റേ വണ്ടിയിൽ സ്റ്റിയറിംഗ് കവർ ചെയ്യാനുണ്ട്. ഒരു ബ്ലാക്ക് സ്റ്റിയറിംഗ് കവറാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. ഇരിഞ്ഞാലക്കുട എന്നുള്ള വണ്ടിയിൽ. ഇരിഞ്ഞാലക്കുട എന്ന് വെച്ചാൽ പ്രോപ്പർ ഇരിഞ്ഞാലക്കുട അല്ല, ഞാൻ നട വരുമ്പോൾ പറയും. ഇപ്പോൾ ഈ വണ്ടിയിലത്തെ സീറ്റുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടി നമ്മുടെ ബാക്കി വർക്ക് നടക്കുന്നിടത്തേക്ക് മാറ്റിയിടണം. അതിലാണ് നമ്മൾ 1-2 ക്രോമുകൾ ഒട്ടിക്കാനുള്ളതൊക്കെ നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്. ക്രോമുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട് DRലുണ്ട്. ഇപ്പോൾ വണ്ടി നമ്മൾ മാറ്റിയിട്ടു, അങ്ങോട്ട് കടത്തിയിട്ടു. അതുപോലെ ഇപ്പം നമ്മൾ 70 മാറ്റ് ഇടാണ്. ബീജ് കളറിലുള്ള 70 മാറ്റാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ഹെഡ്ലൈറ്റും നമ്മളൊരു DRൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതേ കണ്ട DRൽ ആഡ് ചെയ്തു. ഇതാണ് അതിൻ്റെ DRൽ വരുന്നത്. കറക്റ്റ് നല്ല ഷോ, എർട്ടിക്ക് നല്ല ഷോ വരുന്നൊരു ഐറ്റാണിത്. നമ്മൾ കറക്റ്റായിട്ട് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹസാർഡ് ഓൺ ചെയ്തതിന് കറക്റ്റ്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിനെ കറക്റ്റായിട്ട് അത് ഓറഞ്ച് കളറിൽ ഫ്ലാഷ് ചെയ്യും. കണ്ട, ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ബാക്കിൽ റിയർ റിഫ്ലക്ടർ LED വെക്കുന്നുണ്ട്. റിയർ റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെ നമ്മളൊരു നല്ലൊരു LED ആഡ് ചെയ്യുന്നുണ്ട്. അത് മാട്രിക്സ് ആണ്. അതിന് നമുക്ക് പാർക്ക് ഉണ്ടാവും, ബ്രേക്ക് ഉണ്ടാവും, അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും ഉണ്ടാവും. നമ്മളിതിൽ 70 മാറ്റ് ആഡ് ചെയ്തു. കറക്റ്റായിട്ട് 70 മാറ്റ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇത് സ്റ്റിയറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. സ്റ്റിയറിംഗ് കവർ നമ്മൾ ചെയ്തിട്ടുള്ള സീറ്റിൻ്റെ സെയിം മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത്. ആ മെറ്റീരിയൽ കനം കൂടാതെ, കാരണം നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലാപ്പിൻ്റെ ഇടയ്ക്ക് കടത്തി വിടാൻ പറ്റില്ല. അതേപോലെ യൂക്രോം നമ്മൾ ഫിറ്റ് ചെയ്തു. അതേപോലെ തന്നെ യൂക്രോം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിന് മുകളിലുള്ള ക്രോം ഉണ്ട്, അത് കമ്പനി ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ റിയർ റിഫ്ലക്ടർ മാറ്റിയിട്ട്, റിയർ ബമ്പറിൽ വരുന്ന റിഫ്ലക്ടർ മാറ്റിയിട്ട് നമ്മൾ LED ആക്കി. ഇതിൻ്റെ പ്രത്യേകത ഇതിൽ പാർക്കുണ്ട്, ബ്രേക്ക് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്. മാട്രിക്സ് എന്നാണ് അതിന് പറയുന്നത്. 3 കൂടിയിട്ട് വരുന്നതാണ്. അതേപോലെ വിൻഡോ ഗാർണിഷ് ലോവർ നമ്മൾ ഈ ഒട്ടിച്ചിട്ടുണ്ട്. വിൻഡോ ഗാർണിഷ് ലോവർ
അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ ഹസാഡ് ഓൺ ആക്കിയിട്ട് കറക്റ്റായിട്ട് ഫ്ലാഷ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും നല്ല ഷോ വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം കൊട്ടാരക്കരയിൽ നിന്ന് വന്നിട്ടുള്ള വണ്ടി കേട്ടോ. കൊല്ലം കൊട്ടാരക്കര അവർ പറഞ്ഞ 210 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അവർ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. അതുപോലെ ഇത് വിൻഡോ ഗാർണിഷ് ലോവർ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ക്വാർട്ടർ ഗ്ലാസ് അടക്കം ഉൾപ്പെടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഫോഗ് ലാമ്പുമ്പോഴും ക്രോം ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കമ്പനി ഇത് വരുന്നുണ്ടായിരുന്നില്ല വണ്ടി, ഇപ്പോൾ നമ്മൾ ചെയ്തതാണ്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഡി ആറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. ശരിക്കും രാത്രി നല്ല ഭംഗിയത്. എല്ലാ വണ്ടികൾക്കും അത് ഫിറ്റ് ചെയ്ത ഭംഗിയും കിട്ടില്ല. മാരുതിയിൽ 1-2 വണ്ടികൾക്ക് കറക്റ്റായിട്ട് ബോണറ്റിൻ്റെയും ഹെഡ്ലൈറ്റിൻ്റെ ഇടയിലെ ഗ്യാപ്പ് കറക്റ്റ് കിട്ടും. ഇപ്പോൾ ആംറസ്റ്റ് നമ്മൾ ഊരി എടുത്തേക്കണം ഈ സെയിം മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഊരിയത്. അപ്പോൾ അവർക്ക് നമുക്ക് ആ മെറ്റീരിയൽ അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, കാരണം അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെ നമ്മൾ വീണ്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ആ യൂണിറ്റിലേക്ക് പോകാൻ ടൈം എടുക്കും എന്നുള്ള കാരണം കൊണ്ട് അവർക്ക് പോവും വേണമല്ലോ, വർക്ക് കഴിഞ്ഞ് പോകണം. അതുകൊണ്ട് അത് പിന്നീട് അതിൻ്റെ മെറ്റീരിയൽ ഞാൻ അയച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 70 മാറ്റ് ഇത് ബാക്കിലേക്കും കൂടി ഇതിന് 70 മാറ്റ് ഉണ്ടായിരുന്നു. മറ്റേ വണ്ടിക്ക് ഞാൻ ബാക്കിൽ ഡിക്കിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഓട്ടോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ 70 മാറ്റാണ്. പലരും ഇത് ഈ ഓൺലൈനിലൊക്കെ വില കുറഞ്ഞ മാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഇത് ഉണ്ടാവില്ല. അപ്പോൾ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പലരും പറയും അവിടെ നമുക്ക് ആ വിലക്ക് കിട്ടും ഈ വിലക്ക് കിട്ടും. പക്ഷേ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമുക്കറിയാം ഇർട്ടിക എന്ന് പറഞ്ഞ വണ്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100-200 വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ പല തരത്തിലുള്ള സീറ്റുകളും മാറ്റുകളും ഒക്കെയും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.